നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നാദ്യം പ്രധാന വാർത്തകൾ. ചാഴൂരിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ MLAയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ CITU നാട്ടിക ഏരിയ സമ്മേളനം നടന്നു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്നാരോപിച്ച് മതിലകം പഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ പ്രതിഷേധ മാർച്ച്. വാർത്തകളിലേക്ക് വിശദമായി. ചാഴൂർ 8-ാം വാർഡിലെ ഇഞ്ചമുടി മാട്ടുമ്മൽ പ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഗീതാഗോപി MLAയുടെയും തൃശൂർ ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. വെള്ളക്കെട്ടിന് കാരണമാകുന്ന ചിറക്കൽ തോടിലെ ചണ്ടികളും കുളവാഴകളും നീക്കം ചെയ്യുന്നതിന് മേജർ ഇറിഗേഷനോട് MLA നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തഹസിൽദാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വൈസ് പ്രസിഡന്റ് ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ചിറക്കൽ, ഇഞ്ചമുടി പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ഗീതാഗോപി MLA അറിയിച്ചു. കനാലുകളിൽ തടസ്സം നിർത്തിയിരുന്നുള്ള പലകകൾ മാറ്റുകയും വെള്ളം നീരൊഴുക്ക് തൽക്കാലം നമ്മൾ തടസ്സം മാറ്റി പൂർവ്വസ്ഥിതിയിലേക്കാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടുള്ള ചിറക്കൽ തോട് അടിയന്തരമായിട്ട് ചണ്ടികൾ മാറ്റാൻ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഡിസ്ട്രിക്ട് കളക്ടറും ബോധ്യപ്പെടുത്തുകയും അത് മണിക്കൂറുകൾക്കുള്ളിൽ ചിറക്കൽ കനാലിലെ ചണ്ടികൾ നീക്കം ചെയ്യാൻ ജങ്കാർ JCB വന്ന് തന്നെ അതിൻ്റെ പ്രവൃത്തി ഉടനെ ആരംഭിക്കും. അതിനായുള്ള മുന്നൊരുക്കങ്ങളിൽ പ്രധാനപ്പെട്ട എൻ്റെ പ്രിയ നാട്ടുകാർ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, സിവിൽ ഡിഫൻസും ഫയർഫോഴ്സും എല്ലാവരുടെയും സഹകരണത്തോടെ ആ പ്രവൃത്തി അതിവേഗത്തിൽ മണിക്കൂറുകൾക്കകം ഇപ്പോൾ നമ്മൾ പ്രവർത്തനം പുനരാരംഭിക്കും. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ CITU നാട്ടിക ഏരിയ സമ്മേളനം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം CITU ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സാജിദ നവാസ് അധ്യക്ഷയായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി റസോജ ഹരിദാസ്, ഏരിയ സെക്രട്ടറി B കല, ശോഭന ശിവദാസൻ, ജിനി വിജേഷ്, ജമീല, സജിനി ചന്ദ്രൻ, TA ഹസീന, സുനന്ദ, ഷീല സോമൻ, രാജി രഞ്ജൻ, KS അജയൻ, രാജി ഉല്ലാസ്, KM ഷെഫീഖ്, പ്രസീത ബ്രഷ്നേവ്, രേഖ ജിത്ത്, K നസീമ എന്നിവർ സംസാരിച്ചു. അംബിക മനോഹരനെ പ്രസിഡന്റായും B കലയെ സെക്രട്ടറിയായും സാജിദ നവാസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഈ കിട്ടുന്ന പഞ്ചായത്തിന് കിട്ടുന്ന ഈ ഫണ്ടിൽ നിന്ന് 20% നമ്മൾ ലൈഫ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കും. എന്തിനാണ് ലൈഫ് പദ്ധതിക്ക് നീക്കിവെക്കുന്നത്? 5 ലക്ഷം പേരെ നമ്മൾ 6 ലക്ഷം പേര് വീടില്ലാത്തവർ നമുക്ക് കണ്ടെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 ലക്ഷം പേർക്ക് വീട് നൽകി. ഇനി 1,07,000 പേർക്ക് വീട് നൽകാനുണ്ട്. അതെല്ലാം ഈ പദ്ധതിയുടെ 20% മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ലൈഫ് പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. മതിലകം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 54-ാം ആണ്ട് നേർച്ചയ്ക്കാണ് തുടക്കമായത്. KF ഷംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം കൊടികയറ്റവും പ്രാർത്ഥനയും നിർവഹിച്ചു. പ്രധാന ജാറം ഭാരവാഹികളായ KS സെയ്ദ് മുഹമ്മദ്, MH അബ്ദുൽ ഖാദർ, MY മുഹമ്മദ് റംസാൻ, MS ഈസ, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, RM ഷിഹാബ്, ഇസ്ഹാഖ് ദാരിമി, KS മുഹമ്മദ്, ഹുസൈൻ എന്നിവർ സംസാരിച്ചു. സ്വലാത്ത് മജ്ലിസിനും പ്രഭാഷണത്തിനും ഉസ്താദ് ഹാഫിൾ സിറാജുദ്ദീൻ ഹാസിമി പത്തനാപുരം നേതൃത്വം നൽകും. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ദിക്കർ ഖൽക്കയ്ക്കും പ്രഭാഷണത്തിനും ഉസ്താദ് അനസ് അമാനി പുഷ്പഗരി നേതൃത്വം നൽകും. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് മൗലീദ് പാരായണവും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. വൈകിട്ട് 4 നടക്കുന്ന ഖത്തം ദുആയ്ക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ നേതൃത്വം നൽകും. മതിലകം പഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ പ്രതിഷേധ മാർച്ച്.
പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്ന് ആരോപിച്ചായിരുന്നു മതിലകം പഞ്ചായത്ത് UDF പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. LDF സർക്കാർ 2025-26 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി വിഹിതത്തിൽ 1.25 കോടി രൂപ വെട്ടിക്കുറച്ചതിലൂടെ പഞ്ചായത്തിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടെന്നും അന്ന് ഇതിനെതിരെ പ്രതികരിക്കാതിരുന്ന മതിലകം പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ UDF ഭരണത്തിന്റെ തുടക്കത്തിൽ 35 ലക്ഷം രൂപയുടെ കുറവ് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് അവർ വ്യക്തമാക്കി. പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സുനിൽ P. മേനോൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ TS ശശി അധ്യക്ഷത വഹിച്ചു. ഷിബു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം നസീമ നൌഫൽ, OA ജൻറൈൻ, KK സഗീർ, PR രാജേഷ്, ES നിയാസ്, KY ഷക്കീർ, VK ഷൺമുഖൻ, റഷീദ് മംഗലംപുള്ളി, സിന്ധു രവീന്ദ്രൻ, ബീന റഹീം, RM ജലീൽ, CJ വിഷ്ണു, അഖിൽ P. മേനോൻ, P. റാഫി, ജമാലുദ്ദീൻ പാമ്പിനെഴുത്ത്, PA സുധീർ എന്നിവർ സംസാരിച്ചു. OS ഷെരീഫ്, KV അജയൻ, അഷ്റഫ് പുഴങ്കരയിലത്ത്, KM ഇക്ബാൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് റിട്ടയർ ചെയ്ത അധ്യാപിക ജമീലയുടെ മക്കളായ ഷാഹിൻ, ഹാഷിം, അംജത്ത് ഷെറിൻ എന്നിവർ ചേർന്ന കമ്പ്യൂട്ടറുകൾ സ്കൂൾ IT ലാബിലേക്ക് നൽകി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ NK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CB നിഷ, IT ഇൻചാർജ് PP ജിഷ, സീനിയർ അധ്യാപകൻ PP റൈജു എന്നിവർ സംസാരിച്ചു. അറബിക് അധ്യാപകനായ ഷാഹുൽ ഹമീദ് സഹീറിന്റെ പ്രയത്നത്തിന്റെ ഫലമായി ഇതുവരെ IT ലാബിലേക്ക് ഈ അധ്യയന വർഷം 5 കമ്പ്യൂട്ടറുകളാണ് ലഭിച്ചത്. കിഴപ്പള്ളിക്കര കാവേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കാവേരി ചാരിറ്റി ആൻഡ് പാലിയേറ്റീവ് കെയർ വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹപൂർവ്വം കാവേരി പദ്ധതിയുടെ ഭാഗമായി വയോജന സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. അശരണർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ക്ലബ് അങ്കണത്തിൽ നടന്ന ചടങ്ങ് വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും കരുതലിനും വേദിയായി. പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് മിനി ഷിബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അമ്പിളി രാജൻ, ട്രഷറർ രഹന ജ്യോതിബാസു, ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ കൊളക്കാട്ടിൽ, ചാരിറ്റി ആൻഡ് പാലിയേറ്റീവ് കെയർ വിംഗ് ലീഡർ ഗിരിജ സുനിൽകുമാർ, ഡെപ്യൂട്ടി ലീഡർ ദിവ്യ ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് മെമ്പർ ഷറഫുദ്ദീൻ പൊന്നാമ്പടി എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളെ പ്രതിനിധീകരിച്ച് പുത്തൻപുരയ്ക്കൽ രാജൻ, വേലായുധൻ തെക്കേപ്പുരയ്ക്കൽ, മുഹമ്മദ് ബഷീർ BA എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾക്ക് മുമ്പ് ഒരിടവേള. കേബിൾ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനി ഒരൊറ്റ ആപ്പിൽ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ കേരള വിഷൻ സ്മാർട്ട് ആപ്പ്. പരാതികൾ തൽക്ഷണം രജിസ്റ്റർ ചെയ്യാം, ലൈവായി ട്രാക്ക് ചെയ്യാം. കമ്പനിയുടെ പുതിയ ഓഫറുകളും പാക്കേജുകളും ഉടനടി അറിയാം. ഇ-കൊമേഴ്സ് ഷോപ്പിംഗും ലോക്കൽ സർവീസുകളും വീട്ടിലിരുന്ന് നേടാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടാതെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കേരള വിഷൻ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നേടൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ. ഏതെടുത്താലും 189 രൂപ മാത്രം. ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം. വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ശ്രാവണം 2026. ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈക്കൊട്ടികളി, ഓണപ്പാട്ട്,
സിനിമാറ്റിക് ഡാൻസ്, നാടൻ പാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക 8089510449. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലെറിയാൻ പോണം, മൂടി പുതച്ചുറങ്ങണം, സ്കൂളിൽ പോകണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കട്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. വീണ്ടും വാർത്തകളിലേക്ക്. വലപ്പാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മാമോഗ്രാം സ്ക്രീനിംഗ് ടെസ്റ്റിന് തുടക്കമായി. വലപ്പാട് ലയൺസ് ക്ലബ്ബും എടമുട്ടം ഡോക്ടർ ഹൃഷീസ് ഇമാജിൻ സ്കാൻ സെന്റർ ആൻഡ് ഡിജിറ്റൽ മാമോഗ്രാഫിയുമായി സഹകരിച്ചാണ് സൗജന്യ മാമോഗ്രാം സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നത്. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് അജിത് പ്രസാദ് അധ്യക്ഷനായി. ഡോക്ടർ ഋഷികേശ് മാമോഗ്രാമിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ VS ജ്യോതി മുഖ്യാതിഥിയെ സംബന്ധിച്ചു. RIM സക്കറിയ, VS വ്യാസബാബു, അഡ്വക്കേറ്റ് ശോഭകുമാർ, ആനി ജോസഫ്, AS ജോസഫ്, ഡോക്ടർ സുദർശൻ, കൃഷ്ണകുമാർ, KA ബോബൻ, സുരേഷ്, രജനി ഉണ്ണികൃഷ്ണൻ, മേരി ബോബൻ, പ്രീതി ബിന്നി, രശ്മി പ്രിയൻ, മേജി തോമസ്, രാജി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ലോകത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 6.7 ലാക്സ് അംഗങ്ങളാണ്, സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ക്യാൻസറുമായി
ഒരു വർഷത്തിൽ കണ്ടെത്തുന്നത്. അതിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്ത്യയിലത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തോളം പേരാണ് ഇന്ത്യയിൽ ഇതിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇതിൽ വരുന്നത്. ഇതാരും തന്നെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷെ ഇതിലൊരു വർഷത്തിൽ ഇതിൻ്റെ മരണത്തിൻ്റെ നിരക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 75,000 മുതൽ 80,000 വരെ സ്ത്രീകൾ ഇത്തരം അസുഖം മൂലം മരണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇത് സ്ത്രീകൾക്ക് എപ്പോഴും മടിയാണ് ഇത്തരം ചെക്കപ്പിന് വേണ്ടി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവരൊരു പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ആരോടും ഷെയർ ചെയ്യില്ല, ഹസ്ബൻഡിനോട് പോലും ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. ഇത് അത്തരം ഒരു ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മ എന്നതിലുപരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ നാദിക എന്നൊക്കെ പറയില്ലേ, ഹസ്ബൻഡിനേക്കാൾ ഒരുപാട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീയാണ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ദിനാഘോഷവും വാരാചരണവും സംഘടിപ്പിച്ചു. അഡീഷണൽ SP BA കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആ പരിപാടിയും ഇന്ന് ഈ പരിപാടിയും വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ SPC വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതികൂലമായിട്ട് ഒരു കാലാവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ ഇതെല്ലാം അതിജീവിക്കാൻ പ്രാപ്തരായിട്ടുള്ള മാനസികവും ശാരീരികവുമായ ശക്തി ആർജിക്കേണ്ടവരാണ്. നമ്മൾ ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാനും ഏത് പ്രതികൂല കാലാവസ്ഥയുണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്യാനുമുള്ള മനോധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് SPC വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും SPCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2010 കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ പദ്ധതി തുടങ്ങിയ കാലഘട്ടത്തിൽ ഇത് വിദ്യാലയങ്ങളിലൊക്കെ തന്നെ പോലീസിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചിന്തയിലൊക്കെ തന്നെ ആ സമയങ്ങളിലൊക്കെ ചെറിയൊരു നെഗറ്റീവൊക്കെ ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നു. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഞാൻ പറയാത്തതിനൊക്കെ അറിയാം. ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായുള്ള വിവിധങ്ങളായിട്ട് എല്ലാ മേഖലകളിലും ഒരു SPC കടന്നെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. PTA പ്രസിഡന്റ് MB പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. CPO VJ ശൈത്യ തൂഫാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ DYSP R രതീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BK ജ്യോതി പ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. തൃശൂർ റൂറൽ AD NO PA ആസാദ് സമ്മാന വിതരണം നടത്തി. കയ്പമംഗലം SHO KT ബിജിത്ത്, പഞ്ചായത്ത് അംഗം VV സുവീഷ്, മാതൃസംഗമം പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VP സജിത്ത്, ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, ACPO KS അഭയ തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ പോലീസ് ഓഫീസർ KC സുദീപ് ക്ലാസ് നയിച്ചു. കഴിമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്രത്തിൽ നാലമ്പല വാതിൽ പിച്ചള പൊതിഞ്ഞ് സമർപ്പിച്ചു. രാവിലെ നടന്ന ഗണപതി ഹവനത്തിനും വിശേഷാൽ പൂജകൾക്കും ശേഷമാണ് സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇരിഞ്ഞാലക്കുട പട്ടേപ്പാടം പോർക്കലി ബ്രാസ് വർക്ക് മുഖ്യശില്പിയായ നിർമ്മൽ ദാസിൽ നിന്നും ക്ഷേത്ര മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര ഭരണസമിതി വാതിൽ ഏറ്റുവാങ്ങി. തുടർന്ന് വാഴപ്പുള്ളി ജയപ്രകാശും ശാന്ത ജയപ്രകാശും ചേർന്ന തങ്ങളുടെ പേരക്കുട്ടികളുടെ പേരിൽ വാതിൽ ദേവിക്ക് വഴിപാടായി സമർപ്പിച്ചു. ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നൽകിയ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി നടപ്പാക്കുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായി പൊക്കാഞ്ചേരി പുഴയോടനുബന്ധിച്ചുള്ള കെട്ടിൽ മത്സ്യകൃഷി ആരംഭിച്ചു. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഷിജിത്ത് വടക്കുംചേരി അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, കർഷക സംഘം പ്രസിഡന്റ് MC ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK സുധർമ്മൻ, നിലേഷ് ജിത്ത്, റെജീന രാജു, MS സുജിത്ത് എന്നിവർ സംസാരിച്ചു. അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ അത് വിറ്റഴിക്കുക, വിപണനം ചെയ്യുക, അതിലൂടെ ഉണ്ടാകുന്ന സമ്പത്ത് പുനഃക്രമീകരിക്കുക, വിതരണം നടത്തുക. അങ്ങനെ സമ്പദ് വ്യവസ്ഥ കൃഷിയെ ആശ്രയിച്ച് നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് കൃഷിക്കായിരുന്നു ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതിനെയാണ് നമ്മൾ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നത്. അത് വ്യവസായങ്ങൾ കടന്നു വരലാണ്. അങ്ങനെ വ്യവസായം കടന്നു വന്നിട്ട് വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം, അതിൻ്റെ വിപണനത്തിന് പ്രാധാന്യം,
ഇതൊക്കെ വന്നപ്പോൾ വേറെ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടായി. അതിൻ്റെ പേരാണ് വ്യാവസായിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ വ്യവസായത്തിന് പ്രാധാന്യം വന്നു. അതിൻ്റെ അർത്ഥം കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു എന്നുള്ളതാണ്. ആ മാറ്റമുണ്ടായ കാലത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിയും രോഗങ്ങളും ഒക്കെ ഉണ്ടായത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷി എത്ര കണ്ട് പ്രകൃതിയോട് ചേർന്ന് വളർന്ന് നിൽക്കുന്നുവോ, ഉയർന്നു നിൽക്കുന്നുവോ, അത്ര കണ്ട് ജീവന് സുരക്ഷിതത്വം ഉണ്ടാകും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാലത്ത് തിരിച്ചറിയാൻ. കാർഷിക സമ്പദ് വ്യവസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യനുണ്ടായ മാറ്റങ്ങൾ അത് ചിന്തിക്കാൻ പറ്റാത്തതാണ്. പല മാരക രോഗങ്ങൾ വരെ ഉണ്ടായത് അതിനെ തുടർന്നാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. പ്രകൃതിയിൽ നിന്ന് അകലുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരു ഭാഷ. വാടനപ്പള്ളി പഞ്ചായത്തിലെ കടൽക്ഷോഭം രൂക്ഷമായ ജനവാസ മേഖലകളും തീരദേശ റോഡുകളും BJP ജനപ്രതിനിധി സംഘം സന്ദർശിച്ചു. പ്രദേശവാസികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തി. കടലാക്രമണം മൂലമുണ്ടായ നാശനഷ്ടങ്ങളും ആശങ്കകളും സംഘം വിലയിരുത്തി. അടിയന്തരമായി തീരസംരക്ഷണ നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് BJP ആവശ്യപ്പെട്ടു. സ്ഥിരം തീരസംരക്ഷണ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും ദുരിതബാധിത കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കുകയും ചെയ്യണമെന്ന് BJP മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ KS ധനീഷ് ആവശ്യപ്പെട്ടു. MP ഓഫീസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകൾ ഉറപ്പുവരുത്തും എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭ്യമാകുന്നതുവരെ BJP ശക്തമായ ഇടപെടലുകൾ തുടരുമെന്നും BJP വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക വത്സൻ, ഷാലി സുധീർ, ശ്രുതി അജിത്, ശ്രീജ സുജിത്, ഷീന സുബ്രഹ്മണ്യൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദിവിൻ ദാസ് P, ജനറൽ സെക്രട്ടറി KV സതീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം IK ഗോകുൽദാസ് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് മഞ്ഞപ്പിത്തം സെന്റർ പൊതുമരാമത്ത് റോഡിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണവും ഭീഷണിയും രൂക്ഷമാകുന്നു. ചൊവ്വാഴ്ച രാവിലെ പ്രദേശത്ത് കൂട്ടത്തോടെ എത്തിയ തെരുവ് നായ്ക്കൾ ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. റോഡിൽ വാഹനത്തിരക്കുള്ള സമയത്ത് കൈക്കുഞ്ഞുങ്ങളുമായി ബസ് കാത്തുനിന്ന യാത്രക്കാരുടെ ഇടയിലേക്കാണ് നായ്ക്കളുടെ സംഘം ഭീതി പരത്തി പാഞ്ഞെടുത്തത്. ഇരുചക്ര വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കുരച്ചു ചാടിയും മറ്റ് വാഹനങ്ങൾക്കിടയിലൂടെ അപകടകരമായ രീതിയിൽ ഓടിയും നായ്ക്കൾ വലിയ ഭീഷണി സൃഷ്ടിച്ചു. മാസങ്ങൾക്ക് മുൻപ് ഇതേ പ്രദേശത്ത് വെച്ച് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരനായ അന്തിക്കാട് സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മഞ്ഞപ്പിത്തം സെന്ററിലെ വ്യാപാരി കൂടിയായ ഇയാൾ മാസങ്ങൾ നീണ്ട തീവ്രപരിചരണത്തിനും ചികിത്സയ്ക്കും ഒടുവിലാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം അനുദിനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ബുധനാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും. ആനയൂട്ടിൽ 25 ആനകൾ പങ്കെടുക്കും. വാടനപ്പള്ളി ആയിരങ്കണ്ണി കിഴക്ക് ഭാഗത്ത് കനോലി കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വാടനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തുടർ നടപടികൾക്കായി ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തൃപ്പയാറിൽ നിന്നും കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണ് മൃതദേഹം എന്നാണ് സംശയം. തൃപ്പയാർ NES കോളേജിന് സമീപത്ത് വെച്ച് ഒരാൾ ഒഴുകിപ്പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ കണ്ടിരുന്നു. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ചാഴൂരിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ MLAയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ CITU നാട്ടിക ഏരിയ സമ്മേളനം നടന്നു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്നാരോപിച്ച് മതിലകം പഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ പ്രതിഷേധ മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.